എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1342 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. സാറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും സാറ് കോട്ടയം ജില്ലയിലെ അയർക്കുന്നത്ത് കെയർവെൽ ഹോമിയോ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനാണ്. ISKയുടെ വിവിധ വേദികളിൽ ക്ലാസ് എടുത്തിട്ടുള്ള സാറിന് 46 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. ഇതിനോടൊപ്പം നമുക്ക് സാറിന്റെ ചികിത്സാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച അനേകം അറിവുകൾ നമ്മളുടെ പ്രയോജനത്തിനായി സാറിന് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ സാറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സാറിന്റെ ചികിത്സാനുഭവങ്ങളും അറിവുകളും ഞങ്ങൾക്ക് പങ്കുവെക്കുന്നതിന് സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ക്ലാസ് തുടങ്ങാം. നമസ്കാരം. തുടങ്ങാമല്ലോ? തുടങ്ങി സാറേ. കേൾക്കാമല്ലോ? കേൾക്കാം. ഞാന് ഇന്ന് ഒരു വിഷയം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയത്തെ തന്നെയാണ് എടുക്കുന്നത്. ഇന്നത്തെ വിഷയം എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ഞാനൊന്ന് പറയാണ്. ഒരു ഓർമ്മ പുതുക്കലെന്ന് വിചാരിച്ചാൽ ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയത്. എനിക്കത് അറിയില്ലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വീണ്ടും കയറി വരാൻ കാരണം. ഇത് ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ബോറാണിപ്പോ. പക്ഷെ ഈ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പല പ്രാവശ്യം പഠിക്കുക അല്ലെങ്കിൽ കേൾക്കുക. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാക്ടീസിന് നിങ്ങൾക്ക് ഒത്തിരി ഗുണം അത് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ആ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. എൻ്റെ ഇന്നത്തെ ക്ലാസ് വരുന്നത് ഹോമിയോപ്പതി തത്വശാസ്ത്രം ഒരു സ്വതന്ത്രമാണ്. ശരിക്ക് ഹോമിയോപ്പതി തത്വശാസ്ത്രത്തിന്റെ ഒരു സ്വതന്ത്രമായ ഒരു പഠനമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാനത് പറഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. വീണ്ടും പല പ്രാവശ്യം കേൾക്കേണ്ടി വരും. ഇത് തീരുന്നില്ലെങ്കിൽ, ഇന്നത്തെ കൊണ്ട് തീരുന്നില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കിയും കൂടെ ഞാൻ എടുക്കാം. പക്ഷെ ഇപ്പം ഞാനത് പറഞ്ഞു പോകട്ടെ. ഓർഗനോണ്ട് ഓഫ് മെഡിസിനകത്ത് പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഹോമിയോപ്പതി തത്വശാസ്ത്രം നമുക്കറിയാം, മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാ ഭാഗങ്ങളും അതാതിന്റെ പ്രവൃത്തികളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യ അവസ്ഥയില് മനുഷ്യന്റെ ഉള്ളിലുള്ള ചൈതന്യ ശക്തി, അതായത് ജീവശക്തി, ശരീരത്തെ മുഴുവൻ അടക്കി ഭരിച്ച് സ്വേച്ഛാനുസരണം ഓരോ ഭാഗങ്ങൾക്കും അതാതിന്റെ പ്രവൃത്തികളെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കും. ഈ ജീവശക്തിയെ കൂടാതെ ശരീരത്തിന് സ്വയമേവ പ്രവർത്തിക്കുവാനോ അറിയുവാനോ അനുഭവിക്കുവാനോ സ്വയം പരിത്രാണനം ചെയ്യുവാനോ സാധിക്കുന്നില്ല. ക്ഷേമാവസ്ഥയിലും രോഗാവസ്ഥയിലും ശരീരത്തിന് ചൈതന്യശക്തി നൽകുന്നതും ഈ ജീവശക്തിയാണ്. ഈ ജീവശക്തിയിൽ നിമിത്തമാണ് സകല വ്യാപാരങ്ങളും നാം നിർവഹിച്ചു പോകുന്നത്. ഒരുവന് രോഗമുണ്ടാകുമ്പോൾ ജീവിതത്തിന് എതിരായുള്ളതും രോഗകാരണവുമായ വിഷവസ്തുക്കൾ ശരീരമാസകലം വ്യാപിച്ചിരിക്കുന്ന ഈ ജീവശക്തിയാണ് ഒന്നാമതായി ബാധിക്കുന്നത്. ഇതിനാൽ ജീവശക്തിക്ക് ക്രമവിരുദ്ധമായി പ്രവൃത്തി വ്യത്യാസം സംഭവിക്കുകയും തന്നിമിത്തം ശരീരം അനിഷ്ടമായ പല അനുഭവങ്ങൾക്കും ക്രമം കെട്ട നടപടികൾക്കും അധീനപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് രോഗമെന്ന് നാം പറയുന്നത്. ജീവശക്തി അദൃശ്യമായ ഒന്നാകുന്നു. ശരീരത്തിലുള്ള അതിൻ്റെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് മാത്രമേ അതിനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ജീവശക്തി അതിന് പറ്റിയ ക്രമക്കേടിനെ അറിയിക്കുന്നത് ശരീരത്തിനുണ്ടാകുന്ന പ്രവൃത്തി വ്യത്യാസം, അനുഭവം എന്നിവകളാണ്. അതായത് ശരീരത്തിൽ പുറമേ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ജീവശക്തിക്ക് രോഗം നിമിത്തം ഉണ്ടാകുന്ന കേടിനെ അത് പുറത്തേക്ക് കാണിക്കുന്നത്. ഇപ്രകാരമല്ലാതെ മറ്റൊരു വിധത്തിലും ജീവശക്തി
ജീവശക്തിക്ക് ബാധിച്ചിരിക്കുന്ന ക്രമക്കേടിനെ അതിന് പുറത്തേക്ക് അറിയിക്കാൻ സാധിക്കുകയില്ല. ജീവശക്തിക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ തന്നെയാണ് രോഗം. ആയതിനാൽ നമുക്ക് ഇന്ദ്രിയ ഗോചരമായതും ക്രമം കെട്ടതുമായ രോഗലക്ഷണങ്ങൾ ജീവശക്തിക്ക് പറ്റിയിട്ടുള്ള കേടുപാടുകളെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു. ഈ ലക്ഷണങ്ങൾ തന്നെയും അതുമാത്രവുമാണ് രോഗം. ആയതിനാൽ ചികിത്സ കൊണ്ട് രോഗലക്ഷണങ്ങൾ എല്ലാം ഭേദപ്പെട്ടാൽ രോഗവും പൂർണ്ണമായി ഭേദപ്പെടുമെന്ന് വിചാരിക്കാം. പുറമെ പ്രത്യക്ഷമായ രോഗലക്ഷണങ്ങൾ എല്ലാം പൂർണ്ണമായി ഔഷധം കൊണ്ട് ഭേദപ്പെടുത്തിയതിനു ശേഷം അതിന് ഹേതുവായി ഉള്ളിലുള്ള രോഗം ഭേദപ്പെടാതെ ഇരിക്കുന്നുവെന്നോ ഭേദപ്പെടുന്നതിനായി എന്തെങ്കിലും ഉണ്ട് എന്നോ വിചാരിക്കാൻ പാടുന്നതല്ല. ലോകത്തിലുള്ള അനുഭവം കൊണ്ടും അങ്ങനെ ഉണ്ടെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നതല്ല. ഒരു രോഗത്തിൽ ഭേദപ്പെടുത്തേണ്ടതായി എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഡോക്ടർക്ക് മനസ്സിലാക്കിത്തക്ക വിധത്തിൽ ലക്ഷണങ്ങളായി പുറത്ത് കാണപ്പെടും. ജീവശക്തിക്ക് ബാധിക്കപ്പെട്ടിരിക്കുന്ന രോഗവും അവ നിമിത്തമുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും ഒന്നു തന്നെയാണ്. ഇവ തമ്മിൽ വേർതിരിക്കാവുന്നതല്ല. അതിനാൽ അതിസൂക്ഷ്മവും അതിശയവുമായ ജീവശക്തി അതിസൂക്ഷ്മമായിരിക്കുന്ന രോഗവിഷയങ്ങളാൽ മാത്രമേ ബാധിക്കപ്പെടുന്നു. അദൃശ്യമായ ജീവശക്തി സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായിരിക്കുന്ന രോഗവിഷയങ്ങളാൽ മാത്രമേ ബാധിക്കപ്പെടുന്നുള്ളൂ. അത് നിമിത്തം മാത്രമേ രോഗം ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ. അതേ പ്രകാരത്തിൽ അതിസൂക്ഷ്മമായ വിധത്തിലുള്ള ഔഷധ പ്രയോഗം കൊണ്ട് മാത്രമേ രോഗം ഭേദപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഒരു ഡോക്ടറുടെ ധർമ്മം ഒരു രോഗത്തിന് പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണ സമൂഹങ്ങളെ ഔഷധ പ്രയോഗം കൊണ്ട് ഭേദപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിനാൽ രോഗവും പൂർണ്ണമായും ഭേദപ്പെട്ടു എന്ന് വിശ്വസിക്കാം. രോഗലക്ഷണങ്ങൾ മാറി എന്ന് വന്നാൽ ശരീരം ആരോഗ്യാവസ്ഥയെ പ്രാപിച്ചു എന്ന് തീർച്ചയാക്കാം. ഒരു രോഗത്തിന് ഔഷധം നിശ്ചയിക്കുന്നതിനുള്ള ഏക മാർഗം രോഗലക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കാം. രോഗം നിമിത്തം ആരോഗ്യത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം ഔഷധ പ്രയോഗം കൊണ്ട് ഭേദപ്പെടണമെങ്കിൽ ഔഷധങ്ങൾക്കും അതേ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ ഉളവാക്കുവാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഔഷധങ്ങൾക്ക് ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശക്തിയെപ്പറ്റി നാം അറിയുന്നത് അത് ആരോഗ്യവാന്മാരിൽ പ്രയോഗിച്ചു നോക്കുന്നതിനാൽ മാത്രമാണ്. ഔഷധ പ്രയോഗം നിമിത്തം സുഖശരീരികളിൽ ഉണ്ടാകുന്ന കൃത്രിമ രോഗലക്ഷണങ്ങൾ ഇന്നു മാത്രമാണ് ഔഷധങ്ങൾക്ക് രോഗം ഭേദമാക്കുവാനുള്ള ശക്തിയെപ്പറ്റി നമുക്ക് അറിയുവാനുള്ള മാർഗം. ഇങ്ങനെ ഓരോ ഔഷധത്തിനും കൃത്രിമ രോഗം ഉണ്ടാക്കുവാനുള്ള ശക്തി സുഖശരീരികളിൽ കൊടുത്ത് പരിശോധിച്ചതിന് ശേഷം അവ പ്രകൃതി രോഗങ്ങൾക്ക് രോഗശമനത്തിനായി കൊടുക്കുന്നതാണ് തുല്യ ഔഷധ പ്രയോഗം. രോഗത്തോട് തുല്യമായ ഒരു രോഗലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഔഷധം കൊടുക്കുക എന്നുള്ളതാണ് തുല്യ ഔഷധ പ്രയോഗം കൊണ്ട് പറയുക. ഇത് താഴെ പറയുന്ന പ്രകൃതിയുടെ പ്രമാണത്തെ ആശ്രയിച്ച് തമ്മിൽ വളരെ സാമ്യമുള്ളവയും എന്നാൽ ഒരേ തരത്തിലല്ലാത്തതുമായ രണ്ട് രോഗങ്ങൾ ഒരേ ജീവിയിൽ ഉണ്ടായാൽ അതിൽ ശക്തി കൂടിയത് ശക്തി കുറഞ്ഞതിനെ അശേഷം ഹനിച്ചു കളയും. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും ഈ പ്രമാണം ബാധകമാണ്. ആയതിനാൽ ഒരു ഔഷധത്തിന് ഒരു രോഗത്തെ ഹനിക്കുവാൻ ഉള്ള ശക്തി ആ രോഗത്തോട് ഏറ്റവും തുല്യമായതും എന്നാൽ അതിനേക്കാൾ ശക്തി കൂടിയതുമായ ഒരു കൃത്രിമ രോഗം ലക്ഷണ സമൂഹം ഉണ്ടാക്കുവാനുള്ള പ്രാപ്തിയെ ആശ്രയിച്ചു. അതായത് ഓരോ രോഗവും സംശയം കൂടാതെയും വേഗത്തിലും പൂർണ്ണമായും സ്ഥിരമായും ഭേദപ്പെടുത്തുന്നത് അതിനോട് ഏറ്റവും തുല്യവും പൂർണ്ണമായും എന്നാൽ അതിനെ ഹനിക്കത്തക്കവണ്ണം ശക്തി കൂടിയതുമായ ഒരു ലക്ഷണ സമൂഹം ശരീരത്തിൽ ഉണ്ടാക്കുവാൻ പ്രാപ്തമാകുന്ന ഔഷധങ്ങൾ കൊണ്ടും മാത്രമേ സാധിക്കൂ. എല്ലാ രോഗങ്ങളും ഒരു പ്രത്യേകതരം തോന്നലുകളാലും അനുഭവങ്ങളാലും പ്രത്യക്ഷീഭവിക്കുന്നു. ജീവശക്തിക്കുള്ള വ്യത്യാസമാകുന്നു ഇത്. തക്കതായ ഹോമിയോപ്പതി ഔഷധം പ്രയോഗം ചെയ്യുമ്പോൾ പ്രകൃതി രോഗം നിമിത്തം ജീവശക്തിക്ക് എവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതേ സ്ഥാനങ്ങളിൽ അതേ വിധത്തിൽ കുറെ കൂടി ശക്തിയായിട്ടുള്ള വ്യത്യാസങ്ങൾ ഔഷധ പ്രയോഗം കൊണ്ടുണ്ടാകുന്ന കൃത്രിമ രോഗം ഉണ്ടാക്കി തീർക്കും. പ്രകൃതി രോഗം ബാധിച്ചിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഔഷധം കൊണ്ടുണ്ടാക്കി കൃത്രിമ രോഗം ബാധിക്കുന്നതിനാൽ പ്രകൃതി രോഗത്തിന് ആ ഭാഗത്ത് പ്രവർത്തിക്കുവാൻ പാടില്ലാതായി തീരുകയും അതില്ലാതെ പോവുകയും ചെയ്തു. അതിൻ്റെ
സ്ഥാനത്ത് അതുപോലെയുള്ളതും അതിനേക്കാൾ ശക്തി കൂടിയതുമായ കൃത്രിമ രോഗം പൂർണ്ണമായി കരസ്ഥമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രകൃതി രോഗം അശേഷം ഇല്ലാതെ പോയി അതിന്റെ സ്ഥാനത്ത് ഔഷധം കൊണ്ടുള്ള കൃത്രിമ രോഗം ഉണ്ടായി. കൃത്രിമ രോഗം അതിങ്ങനെ ഉണ്ടാക്കിയ ഔഷധത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതോടുകൂടി താനെ ഇല്ലാതായി പോകും. ഈ ജീവശക്തി അതിനെ ബാധിച്ചിരുന്ന രോഗശക്തികളിൽ നിന്ന് വിമുക്തമായി ആരോഗ്യസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്യും. രോഗബീജങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ രോഗമുണ്ടാക്കുവാനുള്ള ശക്തിയേക്കാൾ ഏറ്റവും കവിഞ്ഞ ശക്തിയാണ് ഔഷധങ്ങൾക്ക് ഉള്ളത്. രോഗവിഷങ്ങൾക്ക് ചില പ്രത്യേക കാലങ്ങളിലും സ്ഥിതികളിലും മാത്രമേ നമ്മുടെ ജീവശക്തിയിൽ ബാധിച്ച് രോഗമുണ്ടാക്കുവാൻ സാധിക്കൂ. എന്നാൽ ഔഷധങ്ങൾക്ക് എല്ലാ കാലത്തും സ്ഥിതിയിലും മനുഷ്യരെ ബാധിച്ച് രോഗമുണ്ടാക്കുവാൻ പ്രാപ്തിയുള്ളവയാണ്. ഒരു ഔഷധ പ്രയോഗത്താൽ ഉണ്ടാകുന്ന കൃത്രിമ രോഗം കൊണ്ട് ഒരു പ്രകൃതി രോഗം ഭേദപ്പെടണമെങ്കിൽ അത് പ്രകൃതി രോഗത്തേക്കാൾ ശക്തി കൂടിയിരുന്നാൽ മാത്രം പോരാ, അത് ആ പ്രകൃതി രോഗത്തോട് ഏറ്റവും സാമ്യമായ ഒരു കൃത്രിമ രോഗം ഉണ്ടാക്കുവാൻ തക്കവണ്ണം കഴിവുള്ളതുമായിരിക്കണം. അങ്ങനെ പോയോ? ഇല്ല പോയില്ല. അങ്ങനെ ആയാൽ മാത്രമേ രോഗം ഭേദപ്പെടുകയുള്ളൂ. മനുഷ്യ ശരീരത്തിൽ തമ്മിൽ സാമ്യതയില്ലാത്ത രണ്ട് രോഗങ്ങൾ ഒന്നിച്ചുണ്ടായാൽ അവയിൽ ഒന്നാമത്തേത് രണ്ടാമത്തേനോട് തുല്യ ശക്തി ഉള്ളതോ ശക്തി കൂടിയതോ ആയിരുന്നാൽ അത് രണ്ടാമത്തേനെ തള്ളിക്കളയും. ഒന്നാമത്തെ ശക്തി കൂടിയതാണെങ്കിൽ തുല്യമല്ലാത്തതാണെങ്കിൽ രണ്ടാമത്തേനെ തള്ളിക്കളയും. ആയതിനാൽ തുല്യമല്ലാത്തതും ശക്തിമത്തല്ലാത്തതുമായ ഔഷധ പ്രയോഗം കൊണ്ട് ദീർഘരോഗങ്ങളിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നു. ശരീരത്തിലുള്ള രോഗത്തോട് സാമ്യതയില്ലാത്തതും അതിനേക്കാൾ ശക്തി കൂടിയതുമായ ഒരു രോഗം ഒരുവൻ ഉണ്ടായാൽ ആദ്യം ഉണ്ടായ രോഗത്തെ രണ്ടാമത്തെ രോഗം താൽക്കാലികമായി അമർത്തി നിർത്തുമെന്നല്ലാതെ ഒരിക്കലും ഭേദപ്പെടുന്നതല്ല. ാത്ത രോഗങ്ങൾ ക്ഷയം നോക്കി അവയ്ക്കിരിക്കുവാൻ പ്രത്യേക സ്ഥലം അവ തന്നെ കണ്ടെത്തി പ്രത്യേകം ഇരിക്കുന്നതാണ്. ശരീരത്തിലുള്ള രോഗത്തോട് സാമ്യത ഉള്ളതും എന്നാൽ അതിനേക്കാൾ ശക്തി കൂടിയതുമായ ഒരു രോഗം ഒരുവനിൽ പ്രവേശിച്ചാൽ ഒന്നാമത്തെ രോഗത്തെ രണ്ടാമത്തെ രോഗം പൂർണ്ണമായും ഭേദപ്പെടും. പറഞ്ഞ വിധത്തിൽ രോഗം പ്രകൃതി തന്നെ തുല്യമായി മറ്റൊരു രോഗം കൊണ്ട് ഭേദപ്പെടുത്താറുണ്ടെങ്കിൽ അത് അസൗകര്യവും അപകടവുമാണ്. എന്നാൽ ഏതെല്ലാം വ്യത്യാസപ്പെട്ട രീതിയിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവയ്ക്കെല്ലാം തുല്യമായ കൃത്രിമ രോഗങ്ങൾ ഉണ്ടാക്കി അവയെ ഹനിക്കുവാൻ തക്ക ശക്തിയുള്ള ഔഷധങ്ങൾ പ്രകൃതിയിൽ ധാരാളം കിട്ടുവാൻ ഇവയെ നമ്മുടെ സൗകര്യം പോലെയും രോഗങ്ങളുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചും യഥോചിതം ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, അവയുണ്ടാക്കുന്ന രോഗങ്ങൾ ഔഷധങ്ങൾ നിർത്തുമ്പോൾ യാതൊരു അപകടവുമില്ലാതെ തന്നെ നിന്നു പോകുന്നതുമാണ്. രോഗം സുഖമാക്കുന്നതിന് രോഗലക്ഷണങ്ങളോട് അനുകൂലമായ ഔഷധ പ്രയോഗങ്ങൾ ഹോമിയോപ്പതി രോഗലക്ഷണങ്ങളോട് അനുകൂലമായ ഔഷധ പ്രയോഗമാണ് ഹോമിയോപ്പതി. സ്ഥിരമായും ശാന്തമായും നിശ്ചയമായും രോഗം മാറ്റുന്നതിന് പ്രകൃതിയുടെ പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം. എല്ലാ ഔഷധങ്ങളും സേവിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് ഫലങ്ങൾ ഉണ്ട്. ഒന്ന് പ്രാഥമിക ഫലം, രണ്ട് ദ്വിതീയ ഫലം അഥവാ അനന്തരഫലം. പ്രാഥമിക ഫലം ഇത് ഒരു ഔഷധം പ്രയോഗിച്ചാൽ ഉണ്ടാവുന്ന ഔഷധ ഫലമാകുന്നു. ഈ ഔഷധ ശക്തിക്ക് എതിർശക്തി പ്രയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ജീവനെ സംരക്ഷിച്ചു പോരുന്ന ശക്തിയുടെ പ്രധാന ഗുണമാണ്. ഇങ്ങനെ ഔഷധശക്തിക്ക് വിപരീതമായ ജീവശക്തി പ്രയോഗിക്കുന്ന എതിർശക്തിക്ക് റിയാക്ഷൻ അഥവാ ഇത് തന്നെയാവുന്നു ഔഷധത്തിന്റെ ദ്വിതീയ ഫലം. ഒരു ഔഷധം സേവിച്ചാൽ ഉടനെ ജീവശക്തി ഔഷധശക്തിക്ക് അധീനമാകുന്നു. ഇതാണ് ഔഷധത്തിന്റെ പ്രഥമ ഫലം. ഔഷധശക്തിക്ക് മുഴുവൻ ജീവശക്തിയിൽ പതിഞ്ഞതിന് ശേഷം ജീവശക്തി അതിന് നേരെ എതിരായി പ്രവർത്തിക്കുന്നു. ഇതാണ് ദ്വിതീയ ഫലം. ഇത് ഔഷധശക്തി എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നുവോ അതിന് തക്കവണ്ണം വർദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഔഷധങ്ങൾ ഏറ്റവും ലഘുവായ മാതൃകയിൽ ഹോമിയോപ്പതിയിൽ ഉപയോഗിച്ച് വരുന്നതിനാൽ ഔഷധ പ്രയോഗം മൂലമുണ്ടാകുന്ന പ്രാഥമിക ഫലം നിസ്സാരവും ഇതിനെതിരെ ജീവശക്തി പ്രയോഗിക്കുന്ന വിപരീത ശക്തി രോഗത്തെ ഭേദപ്പെടുത്തുന്നതിന് മതിയായതുമായി. അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഈ സത്യം ഹോമിയോപ്പതി ഔഷധ പ്രയോഗത്തിന്റെ ഗുണത്തെ പ്രത്യക്ഷീഭവിച്ച് കാണിക്കും. ഹോമിയോപ്പതി ഔഷധങ്ങൾ
രോഗലക്ഷണങ്ങൾക്ക് അനുരൂപമായ വിധത്തിൽ പ്രയോഗിക്കപ്പെടുന്നതിനാൽ അവ ജീവശക്തിയെ ബാധിച്ചിരിക്കുന്ന രോഗശക്തി അടക്കി ജയിച്ച് അവയുടെ സ്ഥാനം പൂർണ്ണമായി അധീനമാക്കുകയും രോഗശക്തിക്ക് ആ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത വണ്ണം അത് ഇല്ലാതെ പോകുകയും ചെയ്യുന്നു. രോഗശക്തി ശമിച്ച ശേഷം ഔഷധശക്തി മാത്രമാണ് ബാക്കി നിന്നത്. ഔഷധം ഏറ്റവും ലഘുവായ മാത്രയിൽ സേവിക്കുന്നതിനാൽ ഔഷധശക്തിയോട് കൂടി ജീവശക്തി എതിരിടുന്നതിനാൽ ഉണ്ടാകുന്ന വിപരീത ശക്തി റിയാക്ഷൻസ് രോഗം ഭേദമാക്കുന്നതിന് മതിയാവുന്നതുമായി. ഇങ്ങനെ ഹോമിയോപ്പതി ചികിത്സയിൽ രോഗം ഭേദമാണ്. ഒരു രോഗത്തിൽ ഭേദപ്പെടുത്തുന്നവനായിട്ടുള്ളതും രോഗിക്ക് സാധാരണയിൽ വ്യത്യാസപ്പെട്ടതുമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ മാത്രമാകുന്നു. അതായത് രോഗലക്ഷണ സമൂഹം മാത്രമാണ് രോഗത്തിൽ ഭേദപ്പെടുത്തേണ്ടതുള്ളത്. ഈ ലക്ഷണങ്ങൾ മുഖേനയാണ് രോഗി നമുക്ക് എന്ത് ഔഷധമാണ് രോഗശാന്തിക്കായി കൊടുക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഒരു രോഗത്തിന് ഔഷധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് രോഗത്തിന്റെ പേര് മാത്രം മതിയാവുകയില്ല. രോഗനിമിത്തം ആരോഗ്യത്തിനുള്ള വ്യത്യാസം പോലെയുള്ള വ്യത്യാസം ഔഷധം കൊണ്ട് ആരോഗ്യത്തിന് ഉണ്ടാക്കിയാൽ മാത്രമേ രോഗം ഭേദപ്പെടുത്തുവാൻ സാധിക്കൂ. മനുഷ്യന്റെ ആരോഗ്യത്തിന് വ്യത്യാസം ഉണ്ടാക്കുന്നതിനുള്ള പ്രാപ്തിയിലാണ് ഔഷധത്തിന്റെ ശക്തി. ഓരോ ഔഷധങ്ങളുടെയും ഈ ശക്തി നമുക്ക് മനസ്സിലാക്കുന്നത് അവ സുഖശരീരങ്ങളിൽ പ്രയോഗിച്ചു നോക്കുന്നതിനാൽ മാത്രമാണ്. നാം ഭേദപ്പെടുത്തുവാൻ വിചാരിച്ചിരിക്കുന്ന രോഗലക്ഷണങ്ങളോട് തുല്യമല്ലാത്ത ലക്ഷണങ്ങൾ ഒരു സുഖശരീരിയിൽ ഉണ്ടാക്കുവാൻ പ്രാപ്തിയുള്ള ഔഷധം കൊണ്ട് ഒരു പ്രകൃതി രോഗം ഒരിക്കലും ഭേദപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. രോഗലക്ഷണങ്ങൾക്ക് വിപരീതമായ ലക്ഷണങ്ങൾ ഒരു സുഖശരീരിൽ ഉളവാക്കുവാൻ പ്രാപ്തിയുള്ള ഔഷധം കൊണ്ട് ദീർഘരോഗങ്ങൾ ഒന്നും സ്ഥിരമായി ഭേദപ്പെടുന്നതുമല്ല. സുഖശരീരികളിൽ രോഗലക്ഷണങ്ങളോട് ഏറ്റവും തുല്യമായ ലക്ഷണം ഉളവാക്കുവാൻ പ്രാപ്തിയുള്ള ഔഷധം രോഗത്തിൽ പ്രയോഗിച്ചാൽ വേഗത്തിലും പൂർണ്ണമായും സ്ഥിരമായും രോഗം ഭേദപ്പെടുന്നതാണ്. ഇത് ഒരു ഡോക്ടർ 3 സംഗതികൾ അറിഞ്ഞിരിക്കണം. രോഗത്തെ പറ്റി പൂർണ്ണമായ അറിവ് ഉണ്ടായിരിക്കും. 2, ഔഷധങ്ങളുടെ ഗുണങ്ങൾ. ഓരോ ഔഷധങ്ങളിലും കൃത്രിമ രോഗം ഉണ്ടാക്കുവാനുള്ള ശക്തിയെപ്പറ്റി നമ്മൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും. 3, ഔഷധങ്ങൾ രോഗശമനത്തിനായി ഉപയോഗിക്കേണ്ട മാർഗത്തെപ്പറ്റി അറിയും. രോഗത്തെപ്പറ്റി പറയുമ്പോൾ രോഗലക്ഷണങ്ങൾ നമുക്കറിയാം 2 തരത്തിൽ. ഒന്ന് താൽക്കാലികം ഉണ്ടാകുന്നത് അക്യൂട്ട്, രണ്ടാമത് ദീർഘവും സുസ്ഥിരവുമായിട്ടുള്ളത് ക്രോണിക്. പെട്ടെന്നുണ്ടായി ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗം ഭേദപ്പെടുത്തുന്നതിനാലോ രോഗി മരിക്കുന്നതിനാലോ അവസാനിക്കുന്ന രോഗങ്ങൾക്കാണ് അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. രോഗം വിട്ടുപോകാതെയും ഏറിയും കുറഞ്ഞും അധിക നാൾ നീണ്ടുകിടക്കുന്ന രോഗങ്ങൾക്ക് ദീർഘരോഗങ്ങൾ എന്ന് പറയുന്നു. താൽക്കാലിക രോഗങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് അമിത ഭക്ഷണക്കുറവ്, മനോപ്രയത്നം, അമിത ആയാസം, അത്യുഷ്ണം, വ്യസനം, ഭയം മുതലായ വികാരങ്ങൾ ഇത്യാദി ഓരോരുത്തരെ ബാധിക്കുന്ന പ്രത്യേകത കാരണങ്ങളാൽ രോഗങ്ങൾ ഉണ്ടാകും. 2, കാലാവസ്ഥയുടെ വ്യത്യാസങ്ങൾ കൊണ്ടും മറ്റും ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു രാജ്യത്താകമാനോ മിക്ക ലോക രാജ്യങ്ങളിലോ പല ആളുകളെയും ഒന്നായി ബാധിക്കുന്ന എൻഡമിക് ഓർ പാൻഡമിക് രോഗങ്ങളാണ് ഇവ. ഉദാഹരണം പകർച്ചപ്പനി. ദീർഘരോഗങ്ങൾ പ്രകൃതിയിൽ നാം സാധാരണ കണ്ടുവരുന്ന ദീർഘരോഗങ്ങളിൽ അധിക ഭാഗവും മെർക്കുറി, ആഴ്സനിക്, കൊയിന, സൾഫർ, പിന്നെ വാക്സിനേഷൻ ഒരു പ്രധാന ഘടകം തന്നെയാണ് മുതലായ ശക്തിയായ ഔഷധ പ്രയോഗം കൊണ്ട് രോഗശാന്തിക്കായി ചെയ്യുന്ന ഈ തരം കഠിന ഔഷധ പ്രയോഗം കൊണ്ട് പ്രകൃതി രോഗങ്ങൾ തൽക്കാലം ഉള്ളിൽ അമർന്നിരുന്നുവെങ്കിലും ഈ ഔഷധ പ്രയോഗം കൊണ്ടുള്ള കൃത്രിമ രോഗവും പ്രകൃതി രോഗവും കൂടി ചേർന്ന് ഒരു മിശ്ര രോഗമായി തിരിയുകയും അത് സാധാരണ പ്രകൃതി രോഗത്തെക്കാൾ ഭേദപ്പെടുത്തുവാൻ പ്രയാസമുള്ളതായി തീരുകയും. ഔഷധ രോഗത്തോട് മിശ്രമാകാത്ത പ്രകൃതി രോഗം ഹോമിയോപ്പതി ഔഷധം കൊണ്ട് നിഷ്പ്രയാസം ഭേദപ്പെടുത്തുവാൻ സാധിക്കും. എന്നാൽ പ്രകൃതി രോഗത്തോടു കൂടി ഔഷധ പ്രയോഗം നിമിത്തമുണ്ടാകുന്ന കൃത്രിമരോഗം കൂടി കലർന്നിട്ടുണ്ടെങ്കിൽ അത് ഭേദപ്പെടുത്തുവാൻ വളരെ പ്രയാസമാണ്. ശരീരത്തിൽ ഏതെങ്കിലും രോഗവിഷം പ്രവേശിക്കുന്നതിനാലല്ലാത്തതും ചുറ്റുപാടുകളെ കൊണ്ടും ജീവിത രീതികളെ കൊണ്ടും നീക്കം ചെയ്യാവുന്ന മറ്റു കാരണങ്ങളാലും ഉണ്ടാകുന്ന രോഗങ്ങളെ സ്ഥിരരോഗങ്ങൾ എന്ന് പറയുവാൻ പറ്റുകയില്ല.
വെളിച്ചവും ശുദ്ധവായുവും ഇല്ലാത്ത സ്ഥലത്ത് താമസിക്കുക, ഈർപ്പമുള്ള ഭൂമിയിൽ താമസിക്കുക, അമിത ആയാസം, മദ്യപാനം, അമിത മനോപ്രയത്നം, തെറ്റായ ഭക്ഷണ രീതി എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഈ കൂട്ടത്തിൽ പെടുത്താം. കാരണവും ജീവിത രീതിയും വ്യത്യാസപ്പെടുമ്പോൾ ഈ രോഗം താനെ ഇല്ലാതാകും. ഇത്തരം രോഗങ്ങൾക്ക് ഔഷധ പ്രയോഗം പ്രയോജനപ്രദമല്ല. എന്നാൽ സാക്ഷാൽ ദീർഘരോഗം നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി വ്യാപിക്കുന്ന രോഗവിഷം നിമിത്തം ഉണ്ടാവുന്നതാകുന്നു. ഔഷധ പ്രയോഗം കൊണ്ട് ഇതിനെ തടയാതിരുന്നാൽ രോഗം ശരീരത്തിൽ നിന്ന് വിട്ടുപോകാതെ ആയുസ് പര്യന്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇത്തരം രോഗങ്ങൾ പ്രകൃതിയിൽ ധാരാളമുണ്ട്. ഔഷധം കൊണ്ടല്ലാതെ ചുറ്റുപാടുകളും ജീവിത രീതികളും ക്രമീകരിച്ചുകൊണ്ട് ഇത്തരം രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് വിടുവിച്ചു കളയുവാൻ സാധിക്കുകയില്ല. ദീർഘരോഗങ്ങൾക്ക് കാരണങ്ങളായ രോഗവിഷങ്ങൾ 3 ഒന്ന് സിഫിലിസ്, സൈക്കോസിസ്, സോറ. ഇവയിൽ വലുതും ഏറ്റവും പ്രധാനവുമായത് സോറ തന്നെയാണ്. സിഫിലിസ്, സൈക്കോസിസ് ഇവ കൊണ്ടല്ലാതെയുള്ള എല്ലാ ദീർഘരോഗങ്ങൾക്കും കാരണം സോറയാണ്. സോറ, സിഫിലിസ്, സൈക്കോസിസ് ഇവ 3 ശരീരത്തിൽ ആസകലം വ്യാപിച്ചതിന് ശേഷം ഓരോ തരം പ്രത്യേക ത്വക്ക് രോഗങ്ങളാൽ പുറമെ പ്രത്യക്ഷീഭവിക്കുന്നു. സിഫിലിസ് അതിനുള്ള പ്രത്യേകിച്ചുള്ള ഷാങ്കർ വ്രണം കൊണ്ടും, സൈക്കോസിസ് അത് പ്രത്യേകിച്ചുള്ള കാരമുള്ള മുതലായവ കൊണ്ടും, സോറ ശക്തിയായ ചൊറിച്ചിൽ, കുത്തൽ, ദുർഗന്ധ ഇവകളോടുകൂടിയ പോളക്കുരുക്കുകൾ കൊണ്ടും അവയുടെ പ്രത്യേകത വെളിപ്പെടുത്തും. മനുഷ്യനുണ്ടായ കാലം മുതൽ സോറ ഉണ്ടായതായി കാണുന്നു. സോറയിൽ നിന്ന് പിന്നീട് മനുഷ്യന്റെ പ്രവൃത്തി ദോഷം മൂലം, തിരിച്ചറിവില്ലായ്മയും മൂലം വരുത്തിക്കൂട്ടിയതാണ് സൈക്കോസിസ് ആൻഡ് സിഫിലിസ് എന്ന മയാസനം. നാം സാധാരണ കണ്ടുവരുന്നതും രോഗനിദാന പ്രകാരം വിവിധ ലക്ഷണങ്ങളാലും രൂപത്തിലും അറിയപ്പെടുന്ന എല്ലാ ദീർഘരോഗങ്ങളും സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്ന മയാസം ഉണ്ടാവുന്നവയാണ്. സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്നീ രോഗവിഷങ്ങൾ അനേകം തലമുറകളിൽ കൂടി കടന്നു വന്ന് അതിശക്തമായ വളർച്ചയെ പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നാം അവയെ കാണുന്നത്. സോറ, സിഫിലിസ്, സൈക്കോസിസ് രോഗവിഷം ഒരു രോഗിയിൽ നാം കണ്ടുപിടിച്ചതുകൊണ്ട് രോഗചികിത്സ എളുപ്പമായെന്ന് ഒരിക്കലും വിചാരിച്ചുകൂടാ. രോഗലക്ഷണങ്ങളും രോഗിയുടെ പ്രത്യേകതയും എത്രയും സൂക്ഷ്മമായ വിധത്തിൽ മനസ്സിലാക്കി അതിന് ഔഷധം തിരഞ്ഞെടുത്താൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും യാതൊരു മുൻവിധിയും ഇല്ലാതിരിക്കുകയും രോഗലക്ഷണങ്ങൾക്ക് യാതൊരു വ്യത്യാസവും കൂടാതെ അവ രേഖപ്പെടുത്തുകയും ചെയ്യണം. രോഗലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മനോലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം. എന്തുകൊണ്ടെന്നാൽ അതാണ് രോഗിയുടെ സാക്ഷാൽ സ്ഥിതിയും പ്രത്യേകതകളും തെളിയിക്കുന്നത്. രോഗലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ രോഗിയുടെ മാനസിക ലക്ഷണങ്ങളെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ചോദിച്ചു വരുത്തേണ്ട ചുമതല ഡോക്ടർക്കുണ്ട്. പകർച്ചവ്യാധികളുടെ ചികിത്സയിൽ പ്രകൃതിയിൽ ഓരോ കാലങ്ങളിലും സമയങ്ങളിലും ഉണ്ടാകുന്ന രോഗങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ ഓരോ രോഗങ്ങളും പുതിയ രോഗങ്ങളായി കരുതി വേണം ലക്ഷണ സമൂഹം മനസ്സിലാക്കി ഔഷധം തിരഞ്ഞെടുക്കുവാൻ. രോഗത്തിനുള്ള പേര് രോഗത്തെപ്പറ്റി സാധാരണയുള്ള ഒരു അറിവ് മാത്രമാണ് നമുക്ക് തരുന്നത്. ഒരു രോഗത്തിലുള്ള പ്രത്യേകതകളെ നമുക്ക് വെളിവാക്കി തരുന്നില്ല. കാണുന്ന ലക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി വേണം നാം ചികിത്സ നിശ്ചയിക്കുവാൻ. ഒരു പകർച്ചവ്യാധി ഉണ്ടായിരിക്കുമ്പോൾ പല രോഗികളെ പരിശോധിച്ച് കഴിയുമ്പോൾ മാത്രമേ അതിൽ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണത്തിന് പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ചില കാലങ്ങളിൽ ഛർദി, ചില കാലങ്ങളിൽ പ്രധാനമായിട്ട് വരും. ചിലപ്പോൾ അസ്ഥി വേദന പ്രധാന ലക്ഷണമായി വരും. ലക്ഷണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഔഷധങ്ങൾ നിശ്ചയിക്കാൻ. ഔഷധങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഔഷധം ആ എപ്പിഡെമിക് പീരീഡിൽ പര്യാപ്തമായിരിക്കാം. ദീർഘരോഗങ്ങൾക്ക് ഔഷധം നിശ്ചയിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും സോറ നിമിത്തം ഉണ്ടാകുന്ന ദീർഘരോഗങ്ങളിൽ രോഗത്തിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കിയതിനു ശേഷം ഈ രോഗം ബാധിച്ച അവരവരുടെ പ്രത്യേകതകളും ശരീരപ്രകൃതിയും അനുസരിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങളും കൂട്ടി ഇവയുടെ അടിസ്ഥാനത്തിൽ വേണം ഔഷധം തിരഞ്ഞെടുക്കുവാൻ. രോഗത്തെപ്പറ്റി അന്വേഷിച്ചറിയുകയാണല്ലോ ഒരു ഡോക്ടറുടെ ഒന്നാമത്തെ കർത്തവ്യം.
ഇതിനുശേഷം ഡോക്ടർക്ക് അത്യാവശ്യമുള്ളത് രോഗങ്ങളെ സഹിക്കുവാൻ ആവശ്യം ഔഷധങ്ങളുടെ ശക്തിയെ പറ്റിയുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. കുറെ അധികം ഔഷധങ്ങളുടെ ഗുണത്തെ പറ്റിയുള്ള പരിപൂർണമായ അറിവ് ഡോക്ടർക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമേ എല്ലാ രോഗങ്ങൾക്കും തക്കതായ ഔഷധം തിരഞ്ഞെടുത്ത് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഔഷധങ്ങളുടെ രോഗം ഉണ്ടാക്കുവാനുള്ള ശക്തിയെപ്പറ്റി നമുക്ക് ഗ്രഹിക്കുവാനുള്ള ഏക മാർഗം സുഖശരീരികളിൽ ഔഷധം പ്രയോഗിച്ചു നോക്കുക എന്നുള്ളത് മാത്രം. ഇങ്ങനെ ഔഷധങ്ങൾ പരിശോധിച്ച് ലക്ഷണങ്ങൾ മനസ്സിലാക്കുവാനുള്ള മാർഗം ഒന്നാമതായി നടപ്പിൽ വരുത്തിയത് ഡോക്ടർ സാമുവൽ ഹനിമൻ തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ലോകത്ത് സുഖശരീരികളായവർ വിരളമായതിനാൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക് പ്രായോഗികങ്ങളല്ല. വിഷദ്രവ്യങ്ങൾ കൂടിയ അളവിൽ ആത്മഹത്യ ചെയ്യാനോ അബദ്ധവശാലോ സേവിച്ചിട്ടുള്ള ആളുകൾക്ക് അത് നിമിത്തം ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ നിന്ന് ചില ഔഷധങ്ങളുടെ രോഗമുക്തി ഉണ്ടാക്കാനുള്ള ശക്തി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഒരേ വിഷം തന്നെ പല ആളുകൾ കഴിക്കാൻ ഇടവന്നിട്ടുള്ള സമയങ്ങളിൽ എല്ലാവരിലും ഉളവായിട്ടുള്ള ലക്ഷണങ്ങൾ ആണ് നാം ശ്രദ്ധിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഔഷധങ്ങൾക്കും അതാതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഓരോ പ്രത്യേക ലക്ഷണ സമൂഹങ്ങൾ മാത്രമേ ശരീരത്തിൽ ഉളവാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ ഔഷധങ്ങൾക്കും അതാതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് ഓരോ പ്രത്യേക ലക്ഷണ സമൂഹങ്ങൾ മാത്രമേ ശരീരത്തിൽ ഉളവാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇത് പ്രകൃതിയുടെ മാറ്റം വരാത്ത പ്രമാണത്തെ ആശ്രയിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഔഷധ സസ്യം പുറപ്പെടുവിച്ചിരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഇന്നും അത്തരം ഔഷധങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഔഷധങ്ങളുടെ രോഗം ഉളവാക്കാനുള്ള ശക്തിയാണ് വീണ്ടും വീണ്ടും രോഗികളെ പ്രയോഗിച്ച് നാം രോഗോന്മൂലനം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ഔഷധങ്ങൾ സേവിക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വിപരീതമായ ലക്ഷണങ്ങളും ചിലപ്പോൾ പുറപ്പെടുവിക്കുന്നതായി കാണുന്നുണ്ട്. ഇത് ഔഷധത്തിന്റെ ഇടയിട്ടുള്ള ചേട്ടാവിശേഷം എന്ന് കണക്കാക്കുകയാണ്. അത് ഔഷധത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അപ്രകാരം തന്നെ നാം മനസ്സിലാക്കിയെടുക്കണം. ഒരേ ഔഷധം തന്നെ പല ആളുകൾ സേവിക്കുമ്പോൾ അവയെല്ലാം ഒരേപോലെ ഫലപ്രാപ്തി ഉണ്ടാവുന്നില്ല. ശരീരപ്രകൃതി അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരും. ചില ആളുകളിൽ ചില ഔഷധങ്ങൾക്കും ശക്തമായ സ്പർശനബോധം കൂടുതലായി കാണാം. ചിലരിൽ വളരെ നിസ്സാരമായും മറ്റു ചിലരിൽ ഒട്ടും തന്നെയും ലക്ഷണങ്ങൾ ഉണ്ടാകാതെയും വരാം. ചുരുക്കി പറഞ്ഞാൽ ശരീരപ്രകൃതിയുടെ വ്യത്യാസം രോഗചികിത്സയെ നന്നായി ബാധിക്കുന്നത് എല്ലാ ഡോക്ടർമാരും മനസ്സിലാക്കണം. ഓരോ തരം ഔഷധങ്ങളും അതിൻ്റെ പുറമേയുള്ള ആകൃതി, ജീവിത രീതി, രുചി എന്നിവ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യാസപ്പെട്ടതുപോലെ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും വ്യത്യാസപ്പെടുന്നതായിട്ടാണ്. ലവണങ്ങൾ, ധാതുവർഗങ്ങൾ, സസ്യങ്ങൾ, ജന്തുക്കൾ തുടങ്ങി എല്ലാ ഔഷധങ്ങളും അവ പുറപ്പെടുവിക്കുന്ന ലക്ഷണങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളതാണ്. ഈ വ്യത്യാസം ഓരോ ദേശങ്ങളിലുമുള്ള ഔഷധങ്ങളിലും വ്യത്യാസം കാണിക്കുന്നുണ്ട്. എന്നാൽ ചികിത്സയിൽ നാം പ്രയോഗിക്കുമ്പോൾ ഈ കാലദേശ വ്യത്യാസം ബാധകമല്ല. അതിനാൽ ഒരു ഡോക്ടർ ഈ ഔഷധ ലക്ഷണങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കണം. ആതുരാശ്രമം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പാപ്പൻ സാറും ഞങ്ങൾ കുറച്ച് അന്നത്തെ കാലത്ത് യുവ ഡോക്ടർമാരും ചേർന്ന് ഔഷധ പരീക്ഷണം നടത്തുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതിലേക്ക് എടുത്തവർ പാലിക്കേണ്ടതും ഔഷധങ്ങൾ കൊടുക്കേണ്ടതിനുമായ ചില മാർഗനിർദ്ദേശങ്ങൾ ഓർഗനോൺ ഓഫ് മെഡിസിനെ അടിസ്ഥാനപ്പെടുത്തി അന്ന് ചില മാർഗരേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്രകാരമാണ്. കാര്യമായ രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്ത് അവർക്ക് ഔഷധം കൊടുത്ത് അവയുടെ ഫലങ്ങൾ മനസ്സിലാക്കണം. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ സാധാരണവും നിത്യപരിചയവും ഉള്ളതായിരിക്കും. ഒരു സമയത്ത് ഒരു ഔഷധം മാത്രം കൊടുത്ത് അവയുടെ ഫലം മാത്രം ഔഷധങ്ങൾ അല്പം ആൽക്കഹോളിൽ ചേർത്താൽ കേടുകൂടാതെ ഇരിക്കുകയാണ്. ഔഷധങ്ങൾ പരിശുദ്ധമായും അന്യപദാർത്ഥങ്ങളുടെ സങ്കലനം കൂടാതെയും വേണം പരിശോധനയ്ക്ക് ഉപയോഗിക്കാൻ. ഔഷധം പരിശോധനയ്ക്കായി സേവിക്കുന്നയാൾ പരിശോധനാ കാലഘട്ടത്തിൽ വീര്യമുള്ള മറ്റു സാധനങ്ങൾ ഒന്നും തന്നെ കഴിച്ചുകൂടാത്തതാവും. എരിവ്, പുളി, രൂക്ഷതയുള്ള ഭക്ഷണ സാധനങ്ങൾ എന്നിവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഔഷധങ്ങൾ സേവിക്കുന്ന ആൾ രോഗലക്ഷണങ്ങൾക്ക് സൂക്ഷ്മമായി വിവരിക്കാൻ പ്രാപ്തിയും മനസ്സും ഉള്ള ആളായി. ഓരോ ഔഷധങ്ങളും
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ കൊടുത്ത് അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ വേർതിരിച്ചറിയണം. സൂക്ഷ്മഫലങ്ങൾ തെളിവായി മനസ്സിലാക്കുവാൻ താഴ്ന്ന ആവർത്തിപ്പിൽ വേണം ഔഷധങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശോധകൻ ഏതെങ്കിലും ഒരു പ്രത്യേക തോന്നൽ ലക്ഷണം ഉണ്ടായാൽ ഏത് തരത്തിലുള്ളതാണെന്നും ഈ തോന്നൽ ബാധിച്ച ഭാഗം അനക്കുന്നതിനാലോ മുറിക്കകത്ത് നടക്കുന്നതിനാലോ തുറന്ന വായുവിൽ സഞ്ചരിക്കുന്നതിനാലോ നിൽക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ വർദ്ധിക്കുകയോ ആശ്വാസപ്പെടുത്തുകയോ ചെയ്യുന്നത് കണ്ടെത്തണം. ഈ ഔഷധങ്ങൾ പരിശോധിക്കുമ്പോൾ ഔഷധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും തെളിവായി കാണാറില്ല. എന്നാൽ രോഗിക്ക് ഔഷധം കൊടുക്കുമ്പോൾ ഇത് കൃത്യമായി നോക്കേണ്ടതില്ല. ചിലരിലെങ്കിലും പുറപ്പെടുവിക്കുന്ന ഔഷധ ലക്ഷണങ്ങൾ നമുക്ക് സ്വീകാര്യങ്ങളാണ്. അനേകം ഔഷധങ്ങൾ സുഖശരീരികളിൽ കൊടുത്ത് അവയ്ക്ക് ഓരോന്നിനും എന്തെല്ലാം രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് സൂക്ഷ്മമായി അറിഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഹോമിയോപ്പതി ചികിത്സ. വിവിധ രൂപത്തിലുള്ള അസംഖ്യം രോഗങ്ങൾക്ക് തുല്യമായി ഹോമിയോപ്പതി ഔഷധം തിരഞ്ഞെടുക്കണമെങ്കിൽ അവയെപ്പറ്റി പൂർണ്ണമായ അറിവുള്ള അനേകം ഔഷധങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു പ്രകൃതി രോഗത്തിന്റെ ലക്ഷണങ്ങളോട് ഏറ്റവും തുല്യമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ ഔഷധമാണ് ഏറ്റവും ഫലിക്കുന്ന ഔഷധം. പ്രകൃതി രോഗങ്ങളെ ഹനിക്കത്തക്ക വിധത്തിൽ ഒരു ഔഷധങ്ങളെ വിവേചിച്ചറിഞ്ഞ് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ കർത്തവ്യം. പ്രകൃതി രോഗം മനുഷ്യന്റെ ഉള്ളിലോ പുറമെയോ ഉള്ള ഗോചരമായ കാണാവുന്ന ഒരു വസ്തുവാണെന്ന് ഒരിക്കലും വിചാരിക്കുവാൻ പാടുള്ളതല്ല. അത് ഉള്ളിലുള്ള അഗോചരമായ ജീവശക്തിയിന്മേൽ രോഗവിഷം ബാധിച്ചിരിക്കുന്നതിനാൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ മാത്രമാണ്. ജീവശക്തിയിൽ അതേ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതും എന്നാൽ രോഗവിഷത്തേക്കാൾ ശക്തി കൂടിയതുമായ ഹോമിയോപ്പതി ഔഷധം പ്രയോഗിക്കുമ്പോൾ രോഗവിഷങ്ങൾക്ക് ജീവശക്തിയിന്മേലുള്ള സ്വാധീന ശക്തി കുറഞ്ഞു പോകുകയും അങ്ങനെ രോഗം സുഖമാവുകയും ചെയ്യുന്നു. ദീർഘരോഗങ്ങൾക്ക് താൽക്കാലിക രോഗങ്ങളെക്കാൾ അധിക സമയം വേണ്ടി വരുന്നതിനാൽ അത്തരം രോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് താൽക്കാലിക രോഗങ്ങളെക്കാൾ അധിക സമയം വേണ്ടി വരുന്നതിനാൽ അത്തരം രോഗങ്ങൾക്ക് ദീർഘകാലം ചികിത്സ ആവശ്യമാണ്. ഔഷധം ആവശ്യമായി വരുന്ന രോഗങ്ങൾക്ക് കുറെ അധികം ലക്ഷണം ഉണ്ടായിരിക്കുമെങ്കിലും രോഗി ഒന്നോ രണ്ടോ ലക്ഷണങ്ങളെ പറ്റി മാത്രമേ പരാതിപ്പെടാറുള്ളൂ. എന്നാൽ ബാക്കി ലക്ഷണങ്ങളും കൂടി ചോദിച്ച് മനസ്സിലാക്കി നാം ശരിയായ ഔഷധം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. താൽക്കാലിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ മിക്കവാറും ശക്തിമത്തായിരിക്കുന്നതിനാൽ ഔഷധം നിഷ്പ്രയാസം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. രോഗത്തിനുള്ള ലക്ഷണ സമൂഹം അറിയപ്പെട്ട ഔഷധങ്ങളുടെ ലക്ഷണങ്ങളോട് താരതമ്യപ്പെടുത്തി നോക്കി രോഗത്തോട് ഏറ്റവും സൗമ്യ ലക്ഷണങ്ങൾ ഉള്ള ഔഷധമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടവയും അസാധാരണവും പ്രത്യേകത ഉള്ളതുമായ ലക്ഷണങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്തെന്നാൽ ഈ വക പ്രത്യേക ലക്ഷണങ്ങളോട് ഏറ്റവും സാമ്യമുള്ള ഔഷധം കൊണ്ടാണ് അധികം ഫലമുണ്ടാവും. വിശപ്പില്ലായ്മ, തലവേദന മുതലായ സാധാരണ ലക്ഷണങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന ഔഷധം രോഗത്തിനുള്ള അസാധാരണവും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടതുമായ ലക്ഷണങ്ങൾ അടങ്ങിയതാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആശ്വാസപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ ദീർഘരോഗങ്ങളാണെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ ദീർഘകാലം ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഹോമിയോപ്പതി ഔഷധം പ്രയോഗിക്കുമ്പോൾ രോഗലക്ഷണങ്ങളോട് തുല്യമായ എന്തെല്ലാം ലക്ഷണങ്ങൾ ഔഷധത്തിനുണ്ടോ ആ വക ലക്ഷണങ്ങൾ മാത്രമേ പ്രയോഗിക്കപ്പെടുന്നുള്ളൂ. ഔഷധത്തിനുള്ള മറ്റനേകം ലക്ഷണങ്ങൾ ഓരോ രോഗലക്ഷണങ്ങളോട് സാമ്യമല്ലാത്തവയാണ് അവ പ്രയോഗിക്കപ്പെടുന്നില്ല. ഇത് വളരെ പ്രധാനമായ ഒരു നിരീക്ഷണമാണ്. സ്പർശനബോധം വർദ്ധിച്ചിട്ടുള്ള ചില ആളുകളിൽ ഹോമിയോപ്പതി ഔഷധം പ്രയോഗം കൊണ്ട് ചില പുതിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. രോഗലക്ഷണങ്ങളോട് അത്ര യോജിച്ച ഒരു ഔഷധം തിരഞ്ഞെടുക്കുക മിക്കവാറും അസാധ്യമാണ്. അതിനാൽ സംവേദനശേഷി അധികമുള്ളവരിൽ ഔഷധത്തിന്റെ രോഗലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. ഇത് തന്നെ മാറും. പുതിയ ഔഷധത്തിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഹോമിയോപ്പതി ഔഷധം സേവിച്ചതിന് ശേഷം ചില രോഗികൾക്ക് 1-2 മണിക്കൂർ നേരത്തേക്ക് തന്റെ രോഗങ്ങളെല്ലാം വർദ്ധിക്കുന്നതായി തോന്നാറുണ്ട്. ഇത് ഔഷധ പ്രയോഗത്താൽ
ഉണ്ടാകുന്ന ഔഷധ രോഗമാണ്. ഇങ്ങനെ ഔഷധം സേവിച്ചതിനാൽ ഉണ്ടാകുന്ന നിസ്സാര രോഗവർദ്ധനവ് അത്ര കാര്യമാക്കേണ്ടതില്ല. ഹോമിയോപ്പതി ഔഷധത്തിന്റെ ആവർത്തനം എത്ര കുറഞ്ഞതായാലും അത് രോഗത്തിനേക്കാൾ ശക്തി കൂടി പ്രവർത്തിക്കുന്നതിനാൽ ഔഷധം സേവിക്കുമ്പോൾ നിസ്സാരമായ രോഗവർദ്ധനവ് സാധാരണമാണ്. ഹോമിയോപ്പതി ഔഷധം സേവിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന രോഗവർദ്ധനവ് താൽക്കാലിക രോഗങ്ങൾക്ക് മാത്രമാണ് കാണുന്നത്. ചില രോഗങ്ങളിൽ ചികിത്സയുടെ അവസാന സമയത്ത് മാത്രമാണ്, അതായത് രോഗം ആശ്വാസപ്പെടുന്ന സമയത്ത് മാത്രമേ ഈ വർധനവ് കാണാറുള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോമിയോപ്പതി ഔഷധം സേവിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന രോഗവർദ്ധനവ് താൽക്കാലിക രോഗങ്ങൾക്ക് മാത്രമാണ് മിക്കവാറും കാണുന്നത്. സ്ഥിര രോഗങ്ങളിൽ ചികിത്സയുടെ അവസാന സമയത്ത് രോഗം മിക്കവാറും ആശ്വാസപ്പെടുന്നതിനോട് കൂടി മാത്രമാണ് ഈ വർധനവ് കാണാറുള്ളത്. ഒരു രോഗത്തിന് തക്കതായ ഔഷധം തിരഞ്ഞെടുക്കുവാൻ പ്രയാസം നേരിടുന്ന അവസരങ്ങളിൽ അപൂർണമായ രോഗലക്ഷണങ്ങളിൽ ചിലതിനോട് മാത്രം സാമ്യമുള്ള ഔഷധം കൊണ്ട് ചികിത്സിക്കേണ്ടി വരും. ഇത്തരം അവസരങ്ങളിൽ ഔഷധത്തിന്റെ കുറഞ്ഞ ആവർത്തനത്തിൽ വേണം ഔഷധം കൊടുക്കാൻ. ഔഷധത്തിന് രോഗത്തിന്റെ ചില ലക്ഷണങ്ങൾക്ക് മാത്രം സാമ്യം ഉണ്ടായിരുന്നാലും ആവക ലക്ഷണങ്ങൾ അസാധാരണവും ആ ഔഷധത്തിന് പ്രത്യേകിച്ച് ഉള്ളതുമാണെങ്കിൽ അത്തരം ഔഷധം കൊണ്ട് രോഗം ആശ്വാസപ്പെടുന്നതും കണ്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഔഷധത്തിന് രോഗങ്ങളുടെ സാധാരണ ലക്ഷണങ്ങളോട് മാത്രം, ഉദാഹരണം തലവേദന, ക്ഷീണം മാത്രം സാമ്യം ഉണ്ടായിരിക്കുകയും രോഗിയുടെ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നിനോടും സാമ്യമില്ലാതിരിക്കുകയും ചെയ്താൽ അത്തരം ഔഷധങ്ങൾ ഫലപ്രദങ്ങളല്ല. എന്തെങ്കിലും കാരണത്താൽ ഔഷധം ഇല്ലാതിരിക്കുക, ഒരു പൂർണ്ണ ഹോമിയോ ഔഷധം ഉപയോഗിക്കാൻ വരുന്ന അവസ്ഥയിൽ ഉണ്ടായാല് ഔഷധം നമ്മൾ എടുക്കുന്ന ഔഷധം തുടരെ കൊടുക്കാതെ 1-2 ഡോസ് കൊടുത്ത് നിർത്തുക. അതായത് ഇവിടെ ഞാൻ പറയുന്നു, നമ്മുടെ കയ്യിൽ ഒരു മെഡിസിൻ ഇല്ലാതെ വന്നു, അത് കൊടുക്കേണ്ടതായിരുന്നു, അത് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരികയാണെങ്കിൽ അത്തരം അവസരങ്ങളിൽ ഹോമിയോ ഔഷധത്തിന് ഉപയോഗിക്കേണ്ട ഒരു അവസരം വരികയും നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനോട് സമാനമായിട്ട് വേറൊരു ഔഷധം കൊടുത്താൽ അത് 1-2 ഡോസ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കേസ് എടുത്ത് പുതിയ ഔഷധം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക രോഗങ്ങൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇതുകൊണ്ട് രോഗം മുഴുവനും വിട്ടുപോകണമെന്നില്ല. എങ്കിലും ബാക്കി ലക്ഷണങ്ങൾ നോക്കി വീണ്ടും ഔഷധങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ചില രോഗങ്ങളിൽ ഇങ്ങനെ പല പ്രാവശ്യം ഔഷധം നിശ്ചയിച്ച് കൊടുക്കേണ്ടതായും വരും. ഒരു രോഗം പരിശോധിക്കുമ്പോൾ രോഗലക്ഷണങ്ങളോട് സാമ്യമുള്ള 2 ഔഷധങ്ങൾ കണ്ടെന്നു വരാം. ഓരോ ഔഷധത്തിനും രോഗത്തിന്റെ ഓരോ ഭാഗങ്ങളോട് സാമ്യം ഉണ്ടാകാം. ഇങ്ങനെ വരുമ്പോൾ 2 ഔഷധങ്ങൾ ഒന്നിച്ചു ഇടയിട്ട് കൊടുക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ആഗന്തുക രോഗങ്ങൾ, അതായത് അക്യൂട്ട് ഡിസീസുകളിൽ ഇവ ഇടകലർത്തി കൊടുക്കുന്നതാണ് ഇപ്പോൾ സർവ്വസാധാരണമായി കാണുന്നത്. എന്നാൽ പഴകിയ രോഗങ്ങളിൽ ക്രോണിക് ഡിസീസിൽ ഒന്ന് കൊടുത്ത് അതിന്റെ ഗുണം കിട്ടിയതിനു ശേഷം രണ്ടാമത്തെ ഔഷധം ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഇവിടെ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത്, രോഗികൾ പുറപ്പെടുവിക്കുന്ന ഏതെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടോ അവ മാത്രമേ ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ രോഗിയിൽ ഔഷധങ്ങൾ പ്രയോഗിക്കപ്പെടുന്നുള്ളൂ. ഔഷധത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ പ്രയോഗിക്കപ്പെടാറില്ല. സോറാവിഷം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ, സിവിലിസ് വിഷം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ, സൈക്കോസിസ് വിഷം നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയെല്ലാം ഔഷധ പ്രയോഗത്തിന്റെ ഇടയിൽ ചിലപ്പോൾ ഔഷധങ്ങൾ കൊടുക്കേണ്ടതായി വരും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവ പരിശോധിച്ച് ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണം കൊടുക്കാൻ. ഇത് പലപ്പോഴും യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ഔഷധത്തോട് ഇടകലർത്തി കൊടുക്കുന്നതാണ് ഇപ്പോൾ നടന്നു വരുന്ന ഒരു രീതി. അപൂർണ ലക്ഷണങ്ങളോട് കൂടിയ രോഗങ്ങൾ ഇത് ദീർഘരോഗങ്ങളിൽ പെടുന്നവയാണ്. ഇവയ്ക്ക് പ്രധാനമായും 1-2 ലക്ഷണങ്ങൾ മാത്രമേ പ്രത്യക്ഷമായി ഉണ്ടാകാറുള്ളൂ. ഇവ 2 തരത്തിൽ ഉണ്ടാകാം. ഒന്ന്, അകമയുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ആയിരിക്കാം. ഉദാഹരണം ഒരു തലവേദന അഥവാ ഒരു ദീർഘകാലമായ ഒരു വയറിളക്കം മുതലായവ. 2, പുറമേയുള്ള ഏതെങ്കിലും രോഗം. ഇങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അതാത് സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നു. ഇത്തരം അവസരങ്ങളിൽ കിട്ടിയിട്ടുള്ള ലക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഔഷധം തിരഞ്ഞെടുത്ത് കൊടുക്കുക.
ഇങ്ങനെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഔഷധം രോഗിയിൽ മറഞ്ഞു കിടക്കുന്ന പല ലക്ഷണങ്ങളും തെളിയിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഇങ്ങനെ കിട്ടുന്ന ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു ഔഷധം തിരഞ്ഞെടുത്ത് കൊടുത്താൽ അതുകൊണ്ട് രോഗം ഭേദപ്പെടുത്താവുന്നതാണ്. ചില കേസുകളിൽ ദീർഘസമയം ഇടയിട്ട് 2-3 ഔഷധങ്ങൾ നിശ്ചയിച്ചു കൊടുക്കേണ്ടതായി വന്നേക്കാം. ബാഹ്യരോഗങ്ങൾ ഇത് അപൂർണ ലക്ഷണങ്ങളോട് കൂടിയ രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടും. ഇത് ശരീരത്തിന്റെ പുറമെ ബാധിക്കുന്ന രോഗമത്രേ. പുറമേയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന രോഗം കഠിനതരമായിരിക്കുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും കൂടി രോഗം ബാധിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഔഷധങ്ങൾ ആവശ്യമാണ്. എന്നാൽ പുറമെ ബാധിക്കുന്ന രോഗം നിസാരമായിരിക്കുകയും മറ്റു ഭാഗങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അത്തരം രോഗങ്ങളിൽ പുറമേയുള്ള ഔഷധങ്ങൾ മതിയാകും. എന്നാൽ പുറമേയുള്ള കാരണങ്ങളാൽ അല്ലാതെയും അല്ലെങ്കിൽ പുറമേ ഉണ്ടാകുന്ന നിസ്സാരവും താൽക്കാലികമായ കാരണങ്ങൾ മാത്രം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അകമേ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ക്യാൻസർ, വിരൽച്ചുറ്റ മുതലായ രോഗങ്ങൾ ശരീരം ആസകലം ദുഷിച്ചതിന് ശേഷം പുറമേ ഉണ്ടാകുന്നവയായാൽ ദീർഘകാലം ഔഷധം ഉള്ളിൽ കൊടുക്കേണ്ടതായി വരും. ദീർഘകാലമായി പുറമേ ബാധിച്ചിരിക്കുന്ന ഒരു രോഗത്തിന് ഔഷധങ്ങൾ പുറമേ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യേകിച്ചും സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്നീ രോഗവിഷങ്ങളാൽ ഉണ്ടാകുന്ന ദീർഘരോഗങ്ങൾക്ക് പുറമേയുള്ള ലക്ഷണങ്ങൾ പുറമേയുള്ള ഔഷധ പ്രയോഗം പാടില്ലാത്തത് തന്നെയാണ്. പുറമേയുള്ള രോഗം ഉള്ളിലെ ഔഷധ പ്രയോഗം കൊണ്ട് മാത്രം സാവധാനത്തിൽ ഉറഞ്ഞു വന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പൂർണ്ണമായി ഭേദപ്പെടുന്നതിന് അനുമാനിക്കാൻ പറ്റുകയുള്ളൂ. ഉള്ളിലുള്ള ശക്തിയായ ഔഷധങ്ങളുടെ ആശ്വാസത്തിനായി ശരീരം സൃഷ്ടിക്കുന്ന ബാഹ്യ ലക്ഷണങ്ങളെ പുറമേയുള്ള പ്രയോഗത്താൽ നശിപ്പിക്കുന്നതിനാൽ ഉള്ളിൽ രോഗം വർദ്ധിക്കുന്നതിനും രോഗി അപകട നിലയിലേക്ക് പോകുന്നതിനും ഇടവരും. ഈ തരത്തിലുള്ള പ്രയോഗമാണ് മനുഷ്യജാതി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടുവരുന്ന ദീർഘരോഗങ്ങളിലൂടെയെല്ലാം അടിസ്ഥാന കാരണം. ദീർഘരോഗങ്ങൾ പരിശോധിക്കേണ്ട വിധം: രോഗിക്ക് സിഫിലിസ്, ഗൊണോറിയ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. സോറയാണ് രോഗങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് ഡോക്ടർ മനസ്സിലാക്കിയിരിക്കണം. സോറയോടുകൂടി സിഫിലിസ്, സൈക്കോസിസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നോ ചിലപ്പോൾ രണ്ടുമോ ഇടകലർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. സോറ, സിഫിലിസ്, സൈക്കോസിസ് ലക്ഷണങ്ങൾ രോഗികൾ പുറപ്പെടുവിക്കുന്നത് നാം വേർതിരിച്ചറിഞ്ഞിരിക്കണം. രോഗി ഇതിനു മുമ്പ് ഉപയോഗിച്ച ഔഷധങ്ങളുടെ ചികിത്സാ രീതികളുടെ ഏകദേശ രൂപം ചോദിച്ചറിയണം. രോഗികളുടെ ജീവിതക്രമം, ഭക്ഷണം, ജോലി, കുടുംബ സംബന്ധമായ കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇതിൽ രോഗത്തെ പുലർത്തിക്കൊണ്ടു പോകുന്നതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ നീക്കുന്നതിന് നിർദ്ദേശിക്കേണ്ടി വരും. രോഗിയുടെ മനസ്ഥിതി അന്വേഷിച്ചറിയേണ്ടതുണ്ട്. രോഗിയുടെ രോഗലക്ഷണങ്ങൾ ചോദിച്ചറിയുക, അതിൽ പ്രത്യേകതയുള്ളതും അസാധാരണവുമായ രോഗലക്ഷണങ്ങളെ പ്രത്യേകം മനസ്സിലാക്കുക. മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവയ്ക്കെല്ലാം തുല്യമായ ഒരു ഔഷധം നിശ്ചയിക്കുന്നതിന് ശ്രമിക്കുമ്പോഴും ഒരു കാര്യം നിർബന്ധമായും ഓർമ്മിക്കുക: ഒട്ടുമിക്ക രോഗങ്ങളും രോഗം ഇന്നതാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന ഷോക്കിന് വിധേയമാണ്. ഉദാഹരണം, ഒരു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നിങ്ങൾ ക്യാൻസർ രോഗിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക്, ഇത് ഫലപ്രദമായി മാറ്റാൻ ഔഷധങ്ങളോടുകൂടി ഷോക്കിനുള്ള ചികിത്സയും നമ്മൾ ചെയ്യേണ്ടി വരും. ഈ മാനസിക രോഗങ്ങൾ മിക്കവാറും ഒറ്റ ലക്ഷണങ്ങളോട് കൂടിയവയും അപൂർണ ലക്ഷണങ്ങളിൽ പെടുന്നവയുമാണ്. എല്ലാ രോഗങ്ങൾക്കും ഔഷധം നിശ്ചയിക്കുമ്പോൾ പ്രധാനം കൊടുക്കേണ്ടത് മാനസിക ലക്ഷണങ്ങൾക്കാണ്. അത് ഒട്ടുമിക്ക ശാരീരിക രോഗങ്ങൾക്കും പര്യാപ്തവുമായിരിക്കും. മിക്ക മാനസിക രോഗങ്ങളും മനോലക്ഷണങ്ങൾ ക്രമത്തിലധികം വർദ്ധിച്ചിട്ടുള്ള ശാരീരിക രോഗലക്ഷണങ്ങളാണ്. ശാരീരിക ലക്ഷണങ്ങൾ തെളിവായി കാണുന്നില്ല എന്നതാണ് അവയെ മാനസിക രോഗങ്ങളായി ചിത്രീകരിക്കാനുള്ള കാരണം. ഭയം, വ്യസനം മുതലായ വികാരങ്ങൾ നിമിത്തം പെട്ടെന്നുണ്ടാവുന്ന മനോരോഗങ്ങൾ അഥവാ ശാരീരിക രോഗങ്ങൾ പെട്ടെന്ന് മാറി മാനസിക രോഗമായി തിരിയുക, ഇവയൊക്കെ സോറ വിഷത്തിൽ നിന്നുണ്ടാകുന്നതാണെങ്കിലും അവയെ താൽക്കാലിക രോഗങ്ങളായി പരിഗണിച്ച് അതിനുള്ള ഔഷധങ്ങൾ കൊടുത്ത് ആശ്വാസപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്.
തൽക്കാല ശമനം കിട്ടിയതിനു ശേഷം രോഗത്തിന്റെ അടിസ്ഥാന കാരണമായിരിക്കുന്ന സോറ എന്ന വിഷത്തെ ശമിപ്പിക്കുന്നതിനുള്ള ചികിത്സ ദീർഘകാലം ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നിസാര കാരണം കൊണ്ട് രോഗം വീണ്ടും വർദ്ധിക്കുന്നതും ഇങ്ങനെ പല പ്രാവശ്യം ഉണ്ടായാൽ ഭേദപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടുമാണ്. ഇടവിട്ടും ഒന്നിടവിട്ടും ഉണ്ടാവുന്ന രോഗങ്ങൾ, ഇടവിട്ടുണ്ടാവുന്ന പനികള്, പ്രത്യേക സമയം അളവ് അനുസരിച്ചുണ്ടാവുന്ന മറ്റു രോഗങ്ങൾ, ഒരു രോഗം കുറെ സമയ അളവ് കഴിയുമ്പോൾ മറ്റൊരു രോഗമായി മാറപ്പെടുക, ഇതെല്ലാം ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. മുകളിൽ പറഞ്ഞതിൽ അതായത് പ്രത്യേക സമയ അളവ് ഇടവിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഒരു രോഗം കുറെ സമയം കഴിയുമ്പോൾ മറ്റൊരു രോഗമായി പരിണമിക്കുക എന്നുള്ളത് എല്ലാം സോറ ഉണ്ടാകുന്നവയാണ്. ആന്റിസോറിക് ഔഷധങ്ങൾ ദീർഘകാലം ഉപയോഗിച്ചാൽ മാത്രമേ ഇത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുകയുള്ളൂ. കൃത്യസമയം ഇടയിട്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഈ തരം രോഗങ്ങൾ ഒരു കൃത്യസമയം ഇടയിട്ടുണ്ടാവുകയും അതിനിടയ്ക്കുള്ള സമയങ്ങളിൽ രോഗിക്ക് സാധാരണ ആരോഗ്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. പനിയോട് കൂടി അല്ലാത്തതും പകർച്ചയായോ പ്രത്യേക ദിക്കിൽ മാത്രം ഉള്ളതോ ആയ ഇടവിട്ടുണ്ടാകുന്ന രോഗങ്ങൾ സ്ഥിരരോഗങ്ങളിൽ പെടുന്നവയാണ്. ഉദാഹരണം, ഇടയിട്ടുണ്ടാകുന്ന തലവേദന, ആസ്മ, അപസ്മാരം മുതലായവയെല്ലാം ഇതിൽ പെടും. ഇത്തരം രോഗങ്ങളിൽ ആന്റിസോറിക് ഔഷധങ്ങൾ കൊണ്ട് ദീർഘകാലം ചികിത്സ ആവശ്യമായി വരും. ചുരുക്കി പറഞ്ഞാൽ ഏതു തരം രോഗം, അത് പനിയായാലും സോറാവിഷം ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രോഗലക്ഷണങ്ങളോട് അടിസ്ഥാനപ്പെടുത്തി കൊടുക്കുന്ന ഔഷധങ്ങളോട് ഇടകലർത്തി ആന്റിസോറിക് ഔഷധങ്ങൾ അതിനെ ഹനിക്കുന്നതിനായി കൊടുത്താൽ മാത്രമേ രോഗം സ്ഥിരമായി പോവുകയുള്ളൂ. ഇങ്ങനെ ആന്റിസോറിക് ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ഡോസിന്റെ ശക്തി വ്യത്യാസപ്പെടുത്തി കൊടുത്താൻ സാധിക്കുമെങ്കിൽ അതാണ് ഉത്തമം. ഇതിന് ഔഷധം കൊടുക്കുന്നതിന് മുമ്പ് ഔഷധം ഇരിക്കുന്ന കുപ്പി 10-12 പ്രാവശ്യം ശക്തിയായി കുലുക്കുക എന്നുള്ളതാണ് സാധാരണ നിയമം. ഔഷധങ്ങളും അവ ഉപയോഗിക്കേണ്ട വിധവും ഇനി മറ്റൊരു അവസരം പറയാം. ഇപ്പൊ ഏതാണ്ട് തന്നെ 9:48 കഴിഞ്ഞു. അത് ഞാൻ വേറൊരു ദിവസം എടുക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് മഹാബോറാണെന്ന് എനിക്ക് തന്നെ അറിയാം. എങ്കിൽ പോലും ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങളുടെ പ്രാക്ടീസിന് നല്ല ഗുണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോ തൽക്കാലം നിർത്തുന്നു. ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. താങ്ക് യു സാർ. എന്തായാലും ഹോമിയോപ്പതി തത്വശാസ്ത്രത്തെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് ശുദ്ധ മലയാളത്തില് വിവരിച്ചു തന്നത്. ഇതിന് ഹോമിയോപ്പതി അറിയണമെന്നുള്ളവർക്ക് ഇനി സാറിന്റെ ഈ ഒരു ക്ലാസ് കേട്ടാൽ മതി. അത്രയ്ക്ക് വ്യക്തമായിട്ട് സാറ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാനോ ഉള്ളവര് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ശ്രീധരക്കുറുപ്പ് സാറേ, സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അഭിപ്രായം? കേൾക്കാമോ? ഇപ്പൊ കേക്കാം സാറേ, ഇപ്പൊ കേക്കാം. ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, മുഴുവൻ ശ്രദ്ധാപൂർവം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് വളരെ നന്നായി. അതിന്റെ ഫിലോസഫി, ഓർഗനോണിന്റെ ഫിലോസഫി അറിയാൻ മേലാതെ എന്നാ ചെയ്തിട്ടും വലിയ കാര്യമില്ല. ഇത് വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ നന്നായിരുന്നു എന്ന് പറയുന്നു. വളരെ അതെല്ലാവരും അതിൻ്റെ ആ തത്വശാസ്ത്രത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ചികിത്സിച്ചാലേ അതുകൊണ്ട് വളരെ പ്രയോജനമുള്ളൂ. പ്രത്യേകിച്ച് ഈ മിയാസം തിയറി, അതുപോലെ തന്നെ ജീവശക്തിയെക്കുറിച്ചുള്ള ഹനുമാന്റെ സിദ്ധാന്തം, അങ്ങനെയുള്ളതൊക്കെ വളരെയധികം നമ്മൾ അതിൽ വിശ്വസിച്ച് ചെയ്താലേ അതിന് കൂടുതൽ ഫലപ്രദം കിട്ടത്തുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനൊരു രണ്ടഭിപ്രായമില്ല.
വളരെ നന്നായിരുന്ന ക്ലാസ്. ഇനിയും ബാക്കിയുള്ളത് കൂടെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വരണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം എല്ലാവരും. താങ്ക് യു. നന്ദി കുറുപ്പ് സാറേ. ഇനി ആർക്കെങ്കിലും സാറിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. പി കെ സുരേഷ് ഡോക്ടർ. സുരേഷ് ഡോക്ടർ. സാർ നമസ്കാരം. സാർ ഞാനിപ്പോൾ സാറിൻ്റെ ക്ലാസ് വളരെ വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 10-40 വർഷം 19 വർഷം പുറകിലോട്ട് നമ്മൾ അങ്ങ് പോയ പോലെ തോന്നി. കാരണം പഠിച്ചുകൊണ്ടിരുന്ന കാലയളവിലൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലെക്ചറർ ഇപ്പോൾ അത് കേട്ടപ്പോൾ ഈ നമ്മൾ ബൈബിള് വീണ്ടും വീണ്ടും വായിക്കും തോറും അതിനകത്തുനിന്ന് ഓരോ പുതിയ പുതിയ പോയിന്റ്സ് വരുമെന്ന് പറഞ്ഞവരെ ഇത് കേൾക്കുമ്പോൾ ഓരോന്നും നമ്മൾ പലതും മനസ്സിലാക്കി വരുന്നതായിട്ടാണ് ഇപ്പം ഫീൽ ചെയ്യുന്നത് ശരിക്കും. അതിൻ്റെ കൂടെ ഞാൻ ഇതിനിടയ്ക്ക് ഈ ഹോമിയോ മെഡിസിൻ കഴിഞ്ഞിട്ട് ആയുർവേദം കൂടെ പഠിക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായി. അപ്പോൾ അത് ഞാൻ പലപ്പോഴും ഹോമിയോപ്പതി കഴിഞ്ഞിട്ട് ആയുർവേദത്തിലേക്ക് പോയപ്പോൾ ഈ സോളാസിഫിലിസ് സൈക്കോസിസ് ആണല്ലോ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ആയുർവേദത്തിലെ വാദം പിത്തം കഫം എന്നുള്ളൊരു 3 ഇത് രണ്ടും ഒരു ഈക്വൽ ഒരു 3 തൂണുകൾ, മറ്റേത് 3 തൂണുകൾ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്നത്. പക്ഷേ അവിടെ ചെന്നിരുന്നപ്പോഴാണ് അറിയുന്നത് ഇത് ഹോമിയോപ്പതിയുടെ ഈ സോളാസിഫിലിസ് സൈക്കോസിസും ആയുർവേദത്തിലെ വാദം പിത്തം കഫവും രണ്ടും എക്സ്ട്രീംലി അതെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്. അത് ശരിക്കും പറഞ്ഞാല് BK സർക്കാരിന്റെ കമന്ററിയിൽ ഇങ്ങനെ ഒരു ഇത് കോർഡിനേഷൻ കൊടുത്തുകൊണ്ടാണ് നമുക്കൊക്കെ ആകാൻ അബദ്ധം പറ്റും. BK സർക്കാരാണ് നമ്മളെ പറ്റിച്ചെന്ന് വേണേ പറയാം. ശരി സാർ. ഞാനിപ്പോ സാറ് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ആയുർവേദത്തിനെ കുറിച്ചും കൂടെ പറയുന്നത് അനൗചിത്യമായിരിക്കും. ഒരു അനൗചിത്യം സാർ. എല്ലാം ശാസ്ത്രം എല്ലാം നല്ലതാണ്, എല്ലാം ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. അതെ, എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് തോന്നി. പക്ഷെ എനിക്ക് ആകെ അതിനകത്തുനിന്ന് ഒരു നമ്മുടെ ഹോമിയോപ്പതിയിൽ കണ്ട ഒരു ട്രീറ്റ്മെന്റും നമ്മുടെ തിയറിയും ആയുർവേദത്തിലൊരു തിയറി, നമ്മുടെ സിമിലിബസ് കുരൻഡർ എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ ഹോമിയോപ്പതിയിലെ, അതെനിക്ക് അവിടെ ആയുർവേദത്തിലെ ഒരു ചെറിയ വിങ്ങിൽ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. കാരണം എന്ന് വെച്ചാൽ തദർത്ഥകാരി ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സ ഉണ്ട് ആയുർവേദത്തിൽ. സാറ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും തദർത്ഥകാരി ചികിത്സ. അത് സമയന ശാന്തി, അത് തന്നെ അത് ആയുർവേദിക് ട്രീറ്റ്മെന്റിനകത്ത് പറയുന്ന ഒരു വിങ് മാത്രമാണ്, വളരെ ചെറിയൊരു വിങ്ങിനായിട്ട് അത് പറയുന്നത്. ആ ഹോമിയോപ്പതിയിൽ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് എടുത്താണ് നമ്മുടെ മുഴുവൻ ആപ്ലിക്കേഷൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ, പിന്നെ അടുത്തൊന്ന് പറഞ്ഞെങ്കിൽ ഹോമിയോപ്പതിയിലെല്ലാം സിംഗിൾ ഡ്രഗ്സ് ആണല്ലോ. ആയുർവേദത്തിൽ വരുമ്പോഴത്തേന് 2-3 ഡ്രഗ്സ്, 3 10, 20, 100 ഡ്രഗ്സ് ഒരുമിച്ച് ചേർത്താണല്ലോ, കോമ്പിനേഷൻ ആണല്ലോ. കോമ്പിനേഷനില്ലാത്തൊരു ചെറിയ പ്രശ്നം ഞാനിപ്പോ ഡോക്ടറോട് പറയുന്നത്. അതായത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് നമ്മൾ ഇത് ചേർക്കുന്ന എന്താ പറയുന്നേ, ഈ ഉണ്ടല്ലോ വേമ്പൊടി എന്ന് പറയുന്ന സാധനം ചേർക്കുമ്പോഴാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് ഇപ്പൊ ഡോക്ടർമാരൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അത് ചെയ്യാത്തത് അവരുടെ ചികിത്സയെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പോയിട്ട് വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മേമ്പൊടിയാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് എനർട്ടായിട്ട് എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് എനർട്ടായിട്ട് വറ്റിക്കുന്നിടത്ത് ഇഞ്ചപ്പ് മേമ്പൊടി അല്ലെങ്കിൽ ക്ഷീരബല മേമ്പൊടി എന്ന് പറയുമ്പോഴാണ് അത് അലർട്ടാകുന്നത്. അത് പക്ഷെ ഇന്ന് ഡോക്ടർമാർ അധികം ചെയ്യുന്നില്ല, കാണുന്നില്ല. പക്ഷെ അതായിരുന്നു അതിന്റെ രീതി എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും അതിനകത്തൊരു കാറ്റലിസ്റ്റ് പോലെ വർക്ക് ചെയ്യുന്നത്, ഒരു കാറ്റലിസ്റ്റ്. ഇതിന്റെ കണ്ടിന്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒത്തിരി നല്ല രസകരമായിട്ട് ഞാൻ വളരെ ആസ്വദിച്ചു. താങ്ക് യു വെരി മച്ച്. അതുപോലെ ഇനി ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാംസങ് പേര് വെക്കണമെന്ന് പറയാനായിട്ട് പോകുക. അതെ, എന്റെ ഫോണല്ല, ഞാൻ എന്റെ ഫോൺ അവിടെ ചാർജ് ഇല്ലാത്തോണ്ട് വെച്ചേക്ക്. അതെ സാറേ, ഞാൻ ഡോക്ടർ സലിംകുമാറാണ് സാറേ. അല്ല, ഈ സാറ് പറഞ്ഞ ഒരു വാചകത്തോട് ഭയങ്കര വിയോജിപ്പ് തോന്നി. ഇത് ബോറാണെന്ന് സാറ് പറയാൻ പാടില്ല, അതാണ് ഞങ്ങൾക്ക് ബോറായിട്ട് തോന്നി. അങ്ങനെ പറയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇത് തോന്നിയത്
ഇപ്പൊ ഈ എന്നാൽ നമ്മുടെ പഴയ തറവാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലാം പൊടിതട്ടി അകത്തുനിന്ന് കയറിയിരിക്കണ പോലെ ഇതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാൻ തോന്നിയ ചെയ്തു. ഒരുതരം ഹോം സിക്നസോട് പോലെ ഇത് കാണാൻ പറ്റി. ഇപ്പൊ പറഞ്ഞേക്കാം പലതും നമ്മളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് സാറ് ഒന്ന് ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ഒരു എന്താ പറയാ റീജുവനേഷൻ തരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ സാറ് ക്ലാസ് എടുത്തപ്പോൾ തോന്നിയത്. അതുകൊണ്ട് ഇതിന്റെ തുടർച്ചയായിട്ട് പൊക്കോട്ടെ. നല്ലതാണ്. ഞങ്ങൾക്കൊന്നും ബോറടിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാം മിണ്ടാതിരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ സാർ, നന്നായിരുന്നു. നന്ദി സലീം ഡോക്ടർ. ധനേഷ് ഡോക്ടർ എന്തെങ്കിലും പറയുന്ന? നാളെ നമ്മുടെ മലയാള സെഷനില് നാളെ അജിനി ഡോക്ടറാണ് എത്തുന്നത്. മനസ്സിന്റെ തുടർച്ചയായിട്ടുള്ള 2ാം ഭാഗം. ഇനി ആർക്കെങ്കിലും സാറിനോട് സംസാരിക്കാനുണ്ടോ? സാറിന്ന് കുറച്ച് ഫിലോസഫിയിലൊക്കെയാണ് തുടങ്ങിയത്. അത് ഫിലോസഫി എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട, അല്ലെ ജീവിതത്തിൽ ചികിത്സയിൽ അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു ആധികാരികമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്ന് നടത്തിയത്. അപ്പൊ അതെന്തായാലും നന്നായി. കാരണം നമ്മൾ വെറ്റിലമണിക്ക് മാത്രമല്ല ഹോമിയോപ്പതി, ഇതും എല്ലാം കൂടി വളരെ വളരെ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് സാർ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായും അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങളാണ്. സാറിന് നന്ദി പറയണേ ധനേഷ് ഡോക്ടറെ. സാറിന് നന്ദി പറയുകയും കൂടെ ചെയ്യണേ. എന്തായാലും നമ്മൾ IMP സാറ് കഴിഞ്ഞ 1 മാസമായിട്ട് മോള് വന്നതിന്റെ തിരക്കിലായിരുന്നു. സാറിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിനുള്ള വിഷമവും എന്നോട് പറയുകയുണ്ടായി. കാരണം നമ്മൾ വിളിക്കുമ്പോഴൊക്കെ സാർ എപ്പോഴും തയ്യാറാണ്. സാറിന് നമ്മുടെ കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സാറിന്റെ അറിവുകൾ പങ്കുവെക്കാനും നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരാനും ഒക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒക്കെ പറയുകയുണ്ടായി. അപ്പൊ എന്തായാലും സാർ കഴിഞ്ഞ 1 മാസം വീട്ടിലും എൻജോയ് ചെയ്തത് ഇപ്പൊ തിരിച്ച് നമ്മളോടൊപ്പം എത്തി. വീണ്ടും പഴയ പോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു സെഷനാണ് ഇന്ന് ചെയ്തത്. IMPസിന്റെ പേരിലും എൻ്റെ പേരിലും സാറിനും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി ധനേഷ് ഡോക്ടറെ. അതുപോലെ സലീം കുമാർ ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും വളരെയധികം സാറിന്റെ ഓരോ വാക്കും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ബോറല്ല. അത് സാർ പ്രത്യേകം ഓർക്കുക. ഞങ്ങൾക്ക് ഇനി ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കണം. ഇതിന്റെ ബാക്കി ഭാഗവും എത്രയും വേഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. സാറിന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതുപോലെ യൂട്യൂബിലുള്ള ഇതെല്ലാവരും ഒന്ന് സേവ് ചെയ്തിട്ടാലും നല്ലതാണ്. കാരണം ഹോമിയോപ്പതിയെ കുറിച്ച് സംശയമുള്ളവർക്ക് നമുക്ക് ഈ ഒരു ഇത് കൊടുത്താൽ തന്നെ അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ഇത്രയും നല്ല ക്ലാസ് തന്ന സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഇന്നത്തെ 1342 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.